എനിക്ക് തോന്നുന്നു ഇപ്പം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിൽ ഈവൻ കുഞ്ഞു കുട്ടികളടക്കം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ രീതിയിൽ ഫോളോ ചെയ്യുന്നത്? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അല്ലേ. രണ്ടെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കണ്ട. മൂന്നെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഡെലീഷ്യസാണ്, അതായത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടും തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫീല് വരുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങിക്കാനും തോന്നും. അപ്പോൾ നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല ഇതിങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ ഈ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹിഡൻ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം, അതായത് ഹിഡൻ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ഞാൻ ഡോക്ടർ സരസ കെ, ആയുർവേദ ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻറ്റ്. എനിക്കൊന്ന് ഇപ്പോഴത്തെ പല രീതിയിലെ ഹെൽത്ത് കണ്ടീഷൻസും അതുപോലെ തന്നെ അസ്വസ്ഥതകളും നമ്മുടെ ശരീരത്തിൽ വരുന്നതൊക്കെ ഈ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്ന സമയത്താണ്. ഇപ്പം ഡയബറ്റീസും ഹൈപ്പർ ടെൻസീവും അതുപോലെ തന്നെ ഫാറ്റി ലിവറും PCODും PCOS ഇങ്ങനത്തെ പല രീതിയിലെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് നമ്മൾ ഡയറ്റിൻ്റെ, അതായത് ഹെൽത്തി ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും പുറത്തുനിന്നുള്ള ഭക്ഷണത്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആരും അറിയുന്നില്ല, ടേസ്റ്റ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ പല രീതിയിലെ ഹെൽത്ത് റിസ്ക് നിങ്ങൾ അറിഞ്ഞാൽ ഈ ഒരു രീതി നിങ്ങൾക്ക് മാറ്റം വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിൽ കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. എല്ലാവരും എനിക്ക് തോന്നുന്നു അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും കഴിക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്താണ് അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്ന് റെഡി ടു മേക്ക് നൂഡിൽസ്, അതുപോലെ തന്നെ പാക്ഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ, ഫുഡ് ഐറ്റംസുകൾ, അതിപ്പം സ്നാക്സ് ആയിട്ടോ അങ്ങനെ പല രീതിയിലുള്ള ഐറ്റംസുകൾ ഉണ്ടാവും. പിന്നെ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ. അപ്പോൾ ഇതിലൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്, സാൾട്ട്, പ്രിസർവേറ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലേവറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു കേക്ക് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അതിൽ പല രീതിയിലുള്ള കളേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ ഷുഗേഴ്സ് ധാരാളം ഉണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ഈവനിങ് ഒരുപാട് വർക്കൊക്കെ കഴിഞ്ഞ ശേഷം വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഷവായി, അതുപോലെ തന്നെ കുഴിമന്തി, പൊറോട്ട, അപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് നമ്മൾ കഴിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ. പക്ഷേ രാവിലെ എണീക്കുന്ന സമയത്ത് മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകൾ, ഫേസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് പിന്നീട് അങ്ങോട്ട് ഫേസ് ഡൾനെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് റിസ്ക് ആണെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ. ചില ആൾക്കാർ പറയും ഫാറ്റി ലിവർ പോലത്തെ ബുദ്ധിമുട്ട് മദ്യം കുടിക്കുന്ന സമയത്തായിരിക്കും എന്നുള്ള കാര്യം. പക്ഷെ അത് മാത്രമല്ല, നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റി ലിവർ എന്ന് പറയുന്ന സമയത്ത് ഈ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, അതായത് ട്രാൻസ് ഫാറ്റും അതുപോലെ തന്നെ ഒരുപാട് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്താണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പോൾ അമിതവണ്ണും കുടവയറും ഇങ്ങനത്തെ പല രീതിയിലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പുറത്തുനിന്നുള്ള ഭക്ഷണം മാക്സിമം ഒഴിവാക്കുക എന്നുള്ള കാര്യം. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പല രീതിയിലെ ഹെൽത്ത് റിസ്ക് നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, ഈ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൽ കലോറി മാത്രമേ ഉള്ളൂ, നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും ഇതിൽ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു ടേസ്റ്റി ആയിട്ട് ഒരു കലോറി കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ തന്നെ കൊല്ലുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ആദ്യം നമുക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ടും എൻജോയ് ആയിട്ടും അങ്ങനെ എല്ലാ ദിവസവും കഴിക്കാനൊക്കെ ഫീൽ ചെയ്യായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പിന്നീട് ഇത് എപ്പോഴും ആ ഒരു ലഹരിയിലോട്ടേക്കാണ് ഇത് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്മോക്കിങ്ങും ടൊബാക്കോ ഒക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും ഡേഞ്ചറസ് ആണ് നമ്മൾ ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണം. കാരണം ചില ആൾക്കാർ ഒരിക്കൽ സുഖം കിട്ടുന്നുണ്ടാവും സ്മോക്ക് ചെയ്യുന്നത്, പിന്നീട് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും അല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. ആദ്യം നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും, പിന്നെ ഫ്രണ്ട്സായിട്ട് കഴിക്കാൻ തോന്നും, പിന്നീട് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യുക, ഈസി ആയതുകൊണ്ട് തന്നെ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുമ്പം തന്നെ നമുക്ക് അതിൽ സുഖം കൂടും. അപ്പോൾ വീണ്ടും വീണ്ടും അതിലോട്ടേക്ക് വരും, അതായത് ഒരു ലഹരി പോലെ തന്നെ. അപ്പോൾ ഈ ഒരു മാറ്റം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യും, പുറത്തുനിന്നുള്ള ഫ്രോസൺ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കും, അതായത് പൊട്ടറ്റോ ഫ്രൈസ്, അതുപോലെ തന്നെ നഗ്ഗറ്റ്സ്, അങ്ങനെ പല രീതിയിലെ പാക്ഡ് ആയിട്ടുള്ള ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസുകൾ ഉണ്ടാവും. ഇത് നമ്മൾ വാങ്ങിക്കും, എന്നിട്ട് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും, ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിലൊക്കെ എന്തുണ്ട്, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ചില ആൾക്കാർ ചിന്തിക്കും പുറത്തുനിന്നുള്ള കഴിക്കുന്ന ഭക്ഷണമായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക, അതുകൊണ്ട് ഫ്രോസൺ ആയിട്ട് കിട്ടുന്ന വാങ്ങിക്കും, എന്നിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കും. ഒന്നും വേണ്ട, ചപ്പാത്തി അടക്കം ഇപ്പോൾ എല്ലാവരും റെഡിമെയ്ഡ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കഴിക്കുന്നത്. പക്ഷെ അതിലോട്ടേക്ക് എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ പ്രിസർവേറ്റീവ്സ് നമ്മുടെ ശരീരത്തിൽ അത്രത്തോളം പ്രോബ്ലംസ് ആണ്
ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കേടാകാതെ സൂക്ഷിക്കുന്ന കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരമാണ് കേടാകുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളൊരു ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിൽ വൈറ്റമിൻസ്, ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള ഗുണങ്ങളും ഇമ്മ്യൂണിറ്റിയും ഒക്കെ കിട്ടുന്നത്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഈ പുറത്തുനിന്നുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള മായങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ ഇതിൽ ഒരു വൈറ്റമിൻസ് ഇല്ല, ന്യൂട്രിയൻസ് ഇല്ല, നമ്മുടെ ശരീരത്തിൽ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ടോട്ടലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ചില ആൾക്കാർ ചിന്തിക്കും ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് വയറ് ഫുള്ളാവുന്നുണ്ടല്ലോ. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് ഫുള്ളാകും, പക്ഷെ പിന്നീട് അങ്ങോട്ട് നമുക്ക് ക്ഷീണവും ടയർഡ്നെസ്സും നമുക്ക് ആ ബെഡിൽ നിന്ന് എണീക്കാൻ പോലും തോന്നുകയില്ല. നേരെ മറിച്ച് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഹെൽത്തിയായ രീതിയിൽ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും എനർജറ്റിക് ആവാനാണ് തോന്നുക. നമ്മുടെ സ്കിന്നിൻ്റെ മാറ്റങ്ങൾ കാണുമ്പോൾ, നമ്മുടെ ബോഡിയുടെ മാറ്റങ്ങൾ കാണുമ്പോൾ, അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? നമുക്ക് ആ ഒരു രീതി ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കും. ഓർമ്മയുണ്ടാവില്ല, എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു നിലപാട് കിട്ടാത്തൊരവസ്ഥ. റൂമിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അത് നമ്മൾ എബിലിറ്റിക്കാണ് പ്രോബ്ലം വരുന്നത്. കാരണം ഒരു കാര്യത്തിലും ഒരു ഓർഡറായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞു കുട്ടികൾക്ക് വരെ നമ്മൾ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്താണ് അവരെ ഫങ്ഷനിങ്ങിനും മെറ്റബോളിസത്തിനും അതുപോലെ തന്നെ ബ്രെയിൻ ആക്ടിവിറ്റീസും ഇങ്ങനത്തെ എല്ലാ രീതിയിലും നോർമൽ ആക്കേണ്ടിക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം അല്ലേ. പക്ഷേ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്തും കൊടുക്കുന്ന സമയത്തും നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർമ്മശക്തി കുറവ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നീട് അങ്ങോട്ട് ബോഡിക്ക് ഓരോ മൾട്ടി ഓർഗാൻസിലേക്കാണ് പ്രോബ്ലം വരുന്നത്. അതായത് ഒരുപാട് ഭക്ഷണങ്ങൾ ഇങ്ങനത്തെയൊക്കെ കഴിക്കുന്ന സമയത്ത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അതുപോലെ ഹൈപ്പർ ടെൻസീവ് ആവാനും അമിതവണ്ണം, കുടവയറും, ചില ആൾക്കാർക്ക് ഇൻഫെർട്ടിലിറ്റിയും, PCOD, PCOS, തൈറോയ്ഡ് ഇങ്ങനത്തെ പല രീതിയിലെ ഹെൽത്ത് ഇഷ്യൂസ് വരാനും സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പുറത്തുനിന്നുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു രീതിയിലും അറിയില്ല. ചില ആൾക്കാർ പഴകിയ ഭക്ഷണമായിരിക്കും കഴിക്കുന്നുണ്ടാവുക. അത് ഉണ്ടാക്കുന്ന സമയത്ത് അത്രത്തോളം ക്ലീൻ ആയിട്ടുള്ളതാവണമെന്നും സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് മലബന്ധം, അതായത് കോൺസ്റ്റിപ്പേഷൻ പോലത്തെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഗട്ടിന് അസ്വസ്ഥ, വയറുവേദന വരാനും അതുപോലെ തന്നെ ഡയറിയും ഫുഡ് പോയ്സണും അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്, നമ്മൾ അല്പനേരം കുറച്ച് സമയം നമ്മൾ ചിലവിട്ട് നമ്മളെ ഭക്ഷണത്തിന്, അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. നേരെ മറിച്ച് നമുക്ക് നമ്മളതായ രീതിയിൽ ഒരു സമയം കണ്ടെത്താനാവുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുറത്തുനിന്നുള്ള ഭക്ഷണത്തിൽ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ പല രീതിയിലുള്ള അസ്വസ്ഥതകളാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. പിന്നീട് അങ്ങോട്ട് ഹോസ്പിറ്റലിൽ ദിവസം പോകേണ്ട ഒരു സിറ്റുവേഷനും കൂടി വരാൻ സാധ്യതയുണ്ട്. പിന്നീട് മെഡിക്കേഷൻസ് മാത്രം പോരാത്തൊരു സിറ്റുവേഷനും കൂടെ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ മാക്സിമം ഒഴിവാക്കുക. വീട്ടിൽ നിന്ന് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക. ഇനി വീട്ടിൽ നിന്ന് ഹെൽത്തി ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഭക്ഷണങ്ങളല്ല കഴിക്കേണ്ടത്. നിങ്ങൾക്ക് തന്നെ ഹെൽത്തി ആയിട്ടുള്ള, അതായത് നിങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വിലയിരുത്തുക. പുറത്തുനിന്ന് മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റാഗി, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, പഴങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലെ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ സരസ്യ കെ, ആയുർവേദ ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻറ്റ്.